നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ ഉച്ചബലവാനായിട്ട് 5ാം ഭാവാധിപതി കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ സഹായ സ്ഥാനത്ത് ഉച്ചബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിലിൽ നല്ല ഗുണം അനുഭവിക്കാനായിട്ട്, സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. വിദേശത്ത് പോകാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ കർമാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടും 5ാം ഭാവാധിപതി ആയതുകൊണ്ടും മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിപുണായോഗമുണ്ട്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് കഴിയും. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ ഭാഗ്യാധിപതി 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ വിദ്യാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ട്. അത് നിപുണായോഗം ചെയ്തിട്ടായത് കാരണം നന്നായിട്ട് സംസാരിക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ അവനവൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരത് അംഗീകരിക്കുന്നതിനും യോഗമുള്ള ഒരു മാസം കൂടിയാണ്. എന്നാലും ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം, സഹോദര സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റമൊക്കെ ചില സമയത്ത് കുറച്ച് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ശത്രുകാരകനായിരിക്കുന്ന ചൊവ്വ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങളുടെ ദുരിതം അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധ്യതയില്ല. എങ്കിലും 4ാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും മാനസികമായിട്ട് വിഷമമുണ്ടാക്കിയേക്കാം. അതേപോലെ തന്നെ ധർമ്മദൈവകോപം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുക. ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് ലഗ്നാധിപതിയോട് ചേർന്ന് തന്നെയാണ്. എല്ലാ ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മാത്രമല്ല, കർമാധിപതി ഉച്ചബലവാനായത് കാരണം കൊണ്ടും തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ്. അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് കുറച്ച് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദോഷമുണ്ടെങ്കിൽ പോലും മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന അവസ്ഥാകാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, കുടുംബക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന തൊഴിലുകൾ, പുതിയതായിട്ട് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാനായിട്ട് ചെറിയൊരു തടസ്സം ആദ്യം വരുമെങ്കിലും പിന്നീട് അനുകൂലമായിട്ട് വരും. ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ, സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ചും 7ാം ഭാവത്തിൽ ഇതുവരെ നിന്നിരുന്ന ചൊവ്വ ഉച്ചബലവാനായിട്ടാണ് ലഗ്നാൽ 6ൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ മാസം എല്ലാ രീതിയിലുള്ള ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.